മൂന്നാളുകൾ ഒരു ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോകുന്ന ഒരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും പലയിടത്തും പോയി കുടുങ്ങിപ്പോയിട്ടുണ്ട് ചില സമയത്ത്, അല്ലേ? ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് കുടുങ്ങിപ്പോയവരുണ്ടാവാം, മാനസികമായി വിഷമങ്ങളെ കൊണ്ട് കുടുങ്ങിപ്പോയവരുണ്ടാവാം. പല രീതിയിലും പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലേ? മുഅ്മിനീങ്ങളെ, ഞാനിവിടെ പറയുന്ന ഈ ഒരു ചെറിയ കഥ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ കഥ നിങ്ങൾ വെറുതെ കേൾക്കുക മാത്രമല്ല, ഇതിൽ നിന്നും വലിയൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 3 ചെറുപ്പക്കാർ വർഷങ്ങൾക്ക് മുമ്പ്, പണ്ട് നമ്മൾ കഥ പറയുമല്ലോ, പണ്ട് എന്ന് പറയുന്നത് എന്നതുപോലെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3 ചെറുപ്പക്കാർ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ശക്തമായ മഴ പെയ്തു. ആ സമയം തൻ്റെ ശരീരത്തിലേക്ക് വെള്ളമാവാതിരിക്കാൻ വേണ്ടി, മഴ പെയ്യുമ്പോൾ നമ്മളൊക്കെ സാധാരണ ഒന്ന് കയറി നിൽക്കുമല്ലോ, എവിടെയെങ്കിലും ഏതെങ്കിലും കടയുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കുമല്ലോ. അതുപോലെ ഈ 3 ചെറുപ്പക്കാർ മഴ വെള്ളം തട്ടാത്ത സ്ഥലം നോക്കി ചെറിയ ഒരു ഗുഹ കണ്ടു. ഈ 3 ചെറുപ്പക്കാർ കൂടി ആ ഗുഹയിലേക്ക് അങ്ങ് ഇറങ്ങി. അവിടെ താൽക്കാലികമായിട്ട് നിന്ന് മഴ മാറിയതിന് ശേഷം നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഈ 3 ചെറുപ്പക്കാർ ആ ഗുഹക്കുള്ളിൽ തങ്ങി. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ശക്തമായ മഴയും ശക്തമായ വെള്ളത്തിൻ്റെ കുത്തിയൊലിക്കലും കാരണം മുകളിൽ നിന്നും ഒരു പാറക്കല്ല്, വലിയ ഒരു പാറക്കല്ല് അതിശക്തമായി ഉരുണ്ട് വന്ന് ഇവർ അഭയം പ്രാപിച്ച് നിൽക്കുന്ന ഈ ഗുഹയുടെ മുന്നിലേക്ക് നേരെ ആ ഒരു മുൻവശത്തേക്ക് വന്ന് ഈ കല്ല് കൊണ്ടങ്ങ് അടച്ചു. സുബ്ഹാനല്ലാഹ്, 3 പേരും ഈ ഗുഹക്കുള്ളിൽ കുടുങ്ങിപ്പോയി. നോക്കണം നിങ്ങൾ, 3 പേരും ഈ ഗുഹക്കുള്ളിൽ കുടുങ്ങി. വലിയ പാറക്കല്ല് വന്ന് ഈ ഗുഹയുടെ മുൻഭാഗം അങ്ങ് അടച്ചു കളഞ്ഞു. 3 പേരും വളരെ പരിഭ്രാന്തരായി. അല്ലാഹുവേ, ഇനി എന്ത് ചെയ്യും നമ്മൾ? അവരൊരുപാട് സങ്കടപ്പെട്ടു കരയാൻ തുടങ്ങി. ആർത്ത് അട്ടഹസിച്ച് അവരെ കൊണ്ട് കഴിയുമാ വിധത്തിൽ അവരെന്ത് ചെയ്തു? ആ പാറക്കല്ല് അവിടെ നിന്നുമേ നീക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തു. 3 പേരും അതിശക്തമായിട്ട് ഉന്തിയിട്ടും തള്ളിയിട്ടും ആ പാറക്കല്ല് അവിടെ നിന്നും അനങ്ങുന്നു പോലുമില്ല. ഇനി എന്ത് ചെയ്യുമെന്നുള്ള സങ്കടത്തിൽ 3 പേരും ആകെ ബേജാറായി. നമ്മളും പല സമയങ്ങളിൽ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ കുടുങ്ങി നിൽക്കുന്ന പല സമയമുണ്ടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, അങ്ങനെ പല സമയങ്ങൾ നമുക്കുണ്ടല്ലോ. ഇതുപോലെ ഈ 3 പേര് ഇവിടെ കുടുങ്ങി നിന്നു. അപ്പോൾ അവസാനം ഇവർ 3 പേര് കൂടി സംസാരിച്ചിട്ട് നമുക്കൊരു ധാരണയിലെത്താം. എന്താണ് ഇവർ സംസാരിച്ചെടുത്ത തീരുമാനം എന്നറിയോ നിങ്ങൾ? ഇവർ 3 പേരും പറഞ്ഞു, നമ്മൾ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അള്ളാഹുവിനോട് എന്ത് ചെയ്യാം? നമ്മൾ ചെയ്ത സൽക്കർമ്മത്തെ മുൻനിർത്തിയിട്ട് പ്രാർത്ഥിക്കാം. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചാലോ? അതിലൊരാൾ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ 3 പേര് കൂടി എന്ത് ചെയ്തു? ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ അവർ 3 പേരും ചെയ്ത സൽക്കർമ്മങ്ങൾ, അതിൽ നിന്നും അവർ ചെയ്ത സൽക്കർമ്മത്തിൽ നിന്നും ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമുക്ക് ദുആ ചെയ്യാം എന്നായിരുന്നു അവരുടെ തീരുമാനം. ഏതായിരുന്നാലും അവരുടെ തീരുമാനം പോലെ തന്നെ അതിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയാൾ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ നിങ്ങൾ? നമ്മൾ ജീവിതത്തിൽ ആത്മാർത്ഥമായി ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം ഓർത്തെടുത്ത് പ്രാർത്ഥിക്കാനാണ് അവർ തീരുമാനിച്ചത്. ഒന്നാമൻ അവൻ പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ എൻ്റെ വയസ്സായ വാർദ്ധക്യത്തിൽ കഴിയുന്ന പ്രായം ഒരുപാട് വന്ന എൻ്റെ മാതാപിതാക്കളെ എത്രത്തോളം സ്നേഹത്തോടെയും ആദരവോടെയും പരിപാലിച്ച് പൊന്നുപോലെ നോക്കി സ്നേഹിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് ഞാൻ അവരെ നോക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരുപാട് മാതാപിതാക്കൾ ഉപദ്രവിക്കുന്നവരുണ്ടല്ലോ.
ആ സമയത്ത് ഞാൻ ഇത്രയും എൻ്റെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അല്ലാ, അതിൻ്റെ ബർക്കത്തോട് പടച്ചോനെ ഞങ്ങൾ ഈ ഒരു മുസീബത്ത്, ഈ ഒരു കെണിയിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം അല്ലാ. സുബ്ഹാനല്ലാ. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരൽപ്പം ഈ പാറക്കല്ലങ്ങ് നീങ്ങി. നോക്കണം നിങ്ങൾ, ഇവർ ചെയ്ത സൽക്കർമ്മം, ഇവർ ചെയ്ത ഒരു നല്ല കാര്യം എടുത്തു പറഞ്ഞു ദുആ ചെയ്തു. അതിലെന്ത് ചെയ്തു? ആ പാറക്കല്ല് ഒരൽപ്പം നീങ്ങിപ്പോയി. പക്ഷെ അതിനുള്ളിലൂടെ അവർക്ക് കടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ ആൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ആളെന്താ പ്രാർത്ഥിച്ചതെന്നറിയുള്ളൂ? അല്ലാഹുവേ, തനിക്ക് തെറ്റ് ചെയ്യാൻ ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അവസരം പടച്ചോനെ, എനിക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കള്ളും പെണ്ണും എല്ലാ ലഹരി ഉപയോഗിക്കാൻ പറ്റുന്ന അവസരങ്ങൾ, എല്ലാ തിന്മയിലേക്കുള്ള അവസരങ്ങൾ പടച്ചോൻ എൻ്റെ മുന്നിൽ വന്നിട്ടും അല്ലാഹു എന്നുള്ള ആ ഒരു ദൈവ ഭയം അതെൻ്റെ ഉള്ളിലുള്ള കാരണം കൊണ്ട് ഞാൻ ഒരു തെറ്റിലേക്കും പോയിട്ടില്ല പടച്ചോനെ. ഞാൻ നിന്നെ മറന്നിട്ടില്ല അല്ലാ. ഇത്രയും അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടും ഞാൻ എന്നെ വെറുപ്പിച്ചിട്ടില്ലല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അങ്ങ് ദുആ ചെയ്തു. അപ്പോഴാണ് ഈ പാറക്കല്ല് ഒരൽപ്പം കൂടി നീങ്ങിയതായിട്ട് ഇവർ കാണുന്നത്. ഏതായിരുന്നാലും മൂന്നാമത്തെ ആളുടെ ദുആ, മൂന്നാമത്തെ ആളെന്താ പറഞ്ഞ നിങ്ങൾ? അല്ലാഹുവേ, എൻ്റെ അടുത്ത് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി, അയാൾ ആ ജോലി ചെയ്തതിൻ്റെ ശമ്പളം വാങ്ങാതെ അദ്ദേഹം പോയി. വർഷങ്ങളായിട്ട് അദ്ദേഹം വന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അർഹതപ്പെട്ട ആ ഒരു ശമ്പളം, ആ ഒരു സ്വത്ത് ഞാനത് എടുത്തു വെച്ച് വർഷങ്ങളോളമായി അത് കൂട്ടിവെച്ച് അതിൻ്റെ ലാഭവും കൂടി വലിയ ഒരു തുകയായിട്ട് ഞാൻ ആ മനുഷ്യനെ തിരിച്ചേൽപ്പിച്ചു. അല്ലാ, ആരും ചെയ്യാത്ത, എല്ലാവരും ഒരു നിഷ്പ്രയാസം തള്ളിക്കളയുന്ന ഈ ഒരു ശമ്പളം ഞാനതെടുത്ത് വെച്ച് അദ്ദേഹം വരുന്നത് വരെ കാത്തിരുന്നു. വർഷങ്ങളോളം കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ജോലിയെടുത്ത ആ പണവും അതിൻ്റെ വലിയ ഒരു ലാഭവും കൂടി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അല്ലാ, ഈ ഒരു സൽക്കർമ്മം കൊണ്ട് റബ്ബേ, നീ ഞങ്ങൾ ഈ ഒരു കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തി തരണം പടച്ചോനെ. സുബ്ഹാനല്ലാ. ഈ മൂന്നാമത്തെ ആളുടെ പ്രാർത്ഥനയോടുകൂടി ഈ പാറക്കല്ല് പൂർണ്ണമായി അവിടെ നിന്ന് നീങ്ങി. വലിയ സന്തോഷം. 3 പേരും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു ആ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ടു. നമുക്കിത് കേൾക്കുമ്പോൾ ചെറിയ ഒരു കഥയാണ്. എന്താ അപ്പോൾ ഇതിൽ പ്രത്യേകത ഉള്ളത്? 3 ആൾ ഗുഹയിൽ കുടുങ്ങി, ഒരു 3 ആൾ ഇതുമായിരുന്നപ്പോൾ ആ പാറക്കല്ല് മാറി, അവർ രക്ഷപ്പെട്ടു അല്ലേ? കേൾക്കുമ്പോൾ ചെറിയൊരു കഥയാണ്. എന്നാൽ ഇത് ചെറിയൊരു കഥയല്ല. ഇതിലൊരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ ചില സമയത്ത് ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾ പോലും, നമ്മൾ ചില സമയത്ത് ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകളായിരിക്കാം ഒരു പക്ഷേ വലിയ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. നോക്കണം നിങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്നും, വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഒരു പക്ഷേ നമ്മൾ വളരെ നിസ്സാരമായി കണ്ട ചെറിയ സൽക്കർമ്മമായിരിക്കാം. അതുകൊണ്ടല്ലേ വേശ്യയായ ഒരു പെണ്ണ് ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കരസ്ഥമാക്കിയത്? ചരിത്രങ്ങൾ എത്രയോ വിശാലമാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിർബന്ധ മീഡിയയിലെ എൻ്റെ കൂട്ടുകാരോട് വളരെ സ്നേഹത്തോടു കൂടി ഞാനൊരു ഉപദേശം തരാം. എന്നോടും നിങ്ങളോടും കൂടിയായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം വന്നാൽ, വല്ലാത്ത പ്രയാസം നമുക്ക് വന്നാൽ നമ്മൾ ദുആ ചെയ്യില്ലേ? അള്ളാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. ആ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഏതെങ്കിലും നല്ല ഒരു സൽക്കർമ്മം നമ്മൾ മറ്റുള്ളവൻ്റെ മുന്നിൽ അഭിമാനം നേടണമെന്ന് കരുതിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലത് പറയട്ടെ എന്ന് കരുതിയിട്ടല്ല, നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മളറിയാതെ ചെയ്തു പോയ ചില നന്മകളുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ ചെയ്ത സഹായങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയം വേദനിച്ചിട്ട് ഹൃദയത്തിൽ നമ്മൾ നന്മ കൊണ്ട് മാത്രം ചെയ്ത ചില സഹായങ്ങൾ, അത്തരം സഹായങ്ങളും അത്തരം സൽക്കർമ്മങ്ങളും നമ്മൾ മുൻനിർത്തിയിട്ട് ഖാലിഖായ റബ്ബിനോട് നമ്മൾ ചോദിക്കണം, അല്ലാ, ഞാൻ ഇന്നാലിന്ന സൽക്കർമ്മം ചെയ്തില്ലേ അല്ലാ, ആ ഒരു സൽക്കർമ്മത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ, ഞാൻ പെട്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി, ഇതിൽ നിന്നും നീ എനിക്ക് മോചനം നൽകണേ അല്ലാ. ഇന്നു മുതൽ നിങ്ങൾ ദുആ ചെയ്യണം മുഅ്മിനീങ്ങളെ.
നിങ്ങളിനി ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത സൽക്കർമ്മം മുൻനിർത്തി, നിങ്ങൾ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ മുൻനിർത്തി നിങ്ങൾ ദുആ ചെയ്യൂ. അള്ളാഹു തീർച്ചയായിട്ടും ആ ദുആ സ്വീകരിക്കും. ഈ ചരിത്രം തന്നെ നമുക്കതിനൊരു വലിയ പാഠമാണ്. അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ എല്ലാം മാറ്റിത്തന്ന് വലിയ സന്തോഷവും റാഹത്തും ജീവിതം നമുക്ക് നൽകട്ടെ. അള്ളാഹു ഇതിലൂടെ അമലുകൾ ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റേതായ പ്രതിഫലം നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇർബദ് മീഡിയയിലെ ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാറുണ്ട്. ഇൻഷാ അള്ളാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അതിലേക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറന്നു പോകരുത്. ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇൻഷാ അള്ളാഹ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ അമലും സ്വീകരിക്കട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ എങ്ങനെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല ഒരു വീഡിയോയുമായിട്ട്, നല്ല ഒരു അമലുമായിട്ട്, നല്ല നല്ല ചരിത്രങ്ങളുമായിട്ട് നമുക്കിനിയും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.